ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ കളർ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ കളർ പേപ്പർ എന്തായാലും വേണം കേട്ടോ. ബാക്കിയുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരു ടേബിളോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ എവിടെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റാണ്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു പ്ലാന്റ് പോട്ട് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലൂ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അളവൊക്കെ ഞാനിവിടെ സൈഡിലായിട്ട് എഴുതി കാണിക്കാം കേട്ടോ. ഇത് രണ്ടായിട്ട് നമ്മൾ മടക്കുന്നുണ്ട്. ഇത് കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മടക്കുന്നത് കേട്ടോ. ഇനി വേറൊരു റൗണ്ട് ഷേപ്പിൽ ഞാനൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു വട്ടം കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെക്കണം കേട്ടോ. ഇനി ഇതൊന്നും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പുസ്തകത്തിൻ്റെ ചട്ടയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കാർഡ്ബോർഡ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു പ്ലാന്റ് പോട്ട് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനുള്ളിലേക്കുള്ള പ്ലാന്റ് റെഡിയാക്കണ്ടേ. അതിനാണ് നമ്മൾ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി നല്ല ഡാർക്ക് ഗ്രീനൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഈ ഒരു കളറേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്ലാന്റ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പമാണ്. ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കണം. അതിനാണ് ഞാൻ പിങ്ക് കളർ എടുത്തിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഗ്രീൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സും കൂടി ഉണ്ടാക്കി എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് തെർമോക്കോൾ ബോൾസോ അല്ലെങ്കിൽ നല്ല കളർ സ്റ്റോൺസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള എന്നാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ടേബിൾ ഡെക്കോർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേബിളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ലുക്കായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഹാളിലായാലും ബെഡ്റൂമിലായാലും ഒക്കെ ഒരു സ്റ്റാൻഡിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ, പെട്ടെന്ന് കാണുന്ന സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരിക്കും. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയതായി ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.